അക്കാഡമിക് ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല ഓറിയൻറ്റേഷൻ കുട്ടികൾക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഒന്നാമത് ആ കോഴ്സ് കുറേ കൂടെ ബെറ്ററായിട്ട് പഠിക്കാൻ അതിനുള്ള ആത്മവിശ്വാസം, ധൈര്യം, ലീഡർഷിപ്പ് ഒക്കെ കുട്ടികൾക്കുണ്ടാകുന്നു. കുറേ കൂടെ അവർ ഫോക്കസ്ഡ് ആകുന്നു, തെറ്റിലൊക്കെ വീഴാനുള്ള സാധ്യതകൾ കുറയുന്നു. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി പഠിക്കാനും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും അതിൽ നിന്നുള്ള മാക്സിമം സാധ്യതകളെ കണ്ടെത്താനും ഒക്കെ അവർക്ക് അവസരം കിട്ടും. നല്ല ഗൈഡൻസ് വളരെ നല്ലൊരു നേഷൻ ബിൽഡിംഗ് ആക്ടിവിറ്റിയാണ്. അത് ഉപേക്ഷ വിചാരിക്കാതെ എല്ലാവരും ചെയ്യാനായിട്ട്, അത് +2 ലെവലിലായാലും ഹയർ സെക്കൻഡറി ലെവലിലായാലും കോളേജ് ലെവലിലായാലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അധ്യാപകരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇന്നത്തെ കുട്ടികളുടെ ചാലഞ്ചസും മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാനും അവരെ തൊഴിലുള്ളവരാക്കാനും സാധ്യതയുള്ളവരാക്കാനും ഒക്കെ അധ്യാപകരെയും കൂടെ ഒന്ന് ഒരുക്കിയെടുത്താൽ തീർച്ചയായിട്ടും അതൊരു നല്ല തുടക്കമായിരിക്കും. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജ് വിസിറ്റ് ചെയ്തു. അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പൊതുവേ അവരിൽ കാണുന്ന ഒരു കാര്യം വളരെ ടിമിഡായിട്ടുള്ള ബോഡി ലാംഗ്വേജും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എക്സ്ക്യൂസൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റിയുമൊക്കെയാണ്. ഞാനന്നേരം ആലോചിച്ചത് ഇവരാണ് കോമേഴ്സ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ജോലിക്കായിട്ടൊക്കെ ഒരുക്കിയെടുക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ഒരുക്കിയെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കുട്ടികളുടെയൊക്കെ ജോലിയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്, ഇൻഡസ്ട്രിയെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്നു അധ്യാപകരിൽ തന്നെ ഒരു തൊഴിൽ മേഖലയുമായിട്ടൊക്കെ കുട്ടികളെ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയും ഒരു കാഴ്ചപ്പാടും ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നമ്മൾ ഏത് രംഗത്തേക്കാണോ ആൾക്കാരെ ഒരുക്കിയെടുക്കുന്നത് അത് ആ രംഗത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇന്നത്തെ കോളേജ് അധ്യാപന രംഗത്തൊക്കെ ഉണ്ട്. കാരണം കോളേജ് അധ്യാപനത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തൊഴിലായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ സാധ്യതകളായിട്ട് മാറുന്നില്ല. കുട്ടികൾ നിരാശരാകുന്നു, അവർ രാജ്യം വിട്ടോടുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കോഴ്സൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അധ്യാപകരൊക്കെ ആ രീതിയിലേക്കൊന്ന് ഓറിയൻറ്റഡ് ആകുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ വേറൊരു കോളേജിൽ ഇതേ വിഷയം തന്നെ സംസാരിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം PhD ഹോൾഡേഴ്സാണ്. പ്രിയപ്പെട്ടവരെ, ഈ PhD എന്നൊക്കെ പറയുന്നത് ഒരു റിസർച്ച് ലെവൽ, ഒരു മാസ്റ്റേഴ്സ് ലെവൽ മുതൽ മേളോട്ടൊക്കെ നിങ്ങളുടെ റിസർച്ച് സ്കില്ലൊക്കെ ഒരു പക്ഷേ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും. ഒരു ഗ്രാജുവേറ്റ് ലെവൽ വരെ ഈ PhDയുടെ മഹിമയും മേന്മയും ഒന്നും കുട്ടികൾക്ക് വലിയ ഗുണമുണ്ടാകുന്നില്ല. കുട്ടികൾക്ക് വേണ്ടതൊരു ബേസിക് ലെവലിൽ അവരെ ഓർഗനൈസ് ചെയ്യുക, ഓറിയൻറ്റ് ചെയ്യുക, അവർക്ക് നല്ല ആത്മവിശ്വാസം കൊടുക്കുക, പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവരെ മിടുക്കരാക്കുക മാത്രമല്ല ആ വിഷയത്തെ അപ്ലൈ ചെയ്യാനും ആ വിഷയത്തിലൂടെ തൊഴിൽ രംഗത്തേക്കുള്ള അവരുടെ സാധ്യതകളെ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാനും ഒക്കെയാണ് നമുക്ക് കഴിയേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അധ്യാപകർ ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ പഠിക്കാനായി വരുന്ന കുട്ടികളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്ന് +2ലും അത് വളരെ നന്നായിരിക്കും. കാരണം ഈ +2ലൊക്കെ കോമേഴ്സ്, ഹ്യൂമാനിറ്റീസും സയൻസും ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, ചില സ്കൂളിലൊക്കെ സയൻസ് പഠിക്കാൻ വരുന്നത് തന്നെ എഞ്ചിനീയറോ ഡോക്ടറോ ആകാനാണ്. എഞ്ചിനീയറിംഗ് ഡോക്ടറോ ഒന്നും അല്ല സയൻസിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. എനോർമസ് ആയിട്ടുള്ള സാധ്യതകൾ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. സയൻറ്റിഫിക് ടെമ്പർമെൻ്റുള്ള വിദ്യാർത്ഥികളെ നാടിനാവശ്യമാണ്, ലോകത്തിനാവശ്യമാണ്. അവരെ ഒത്തിരി മേഖലകളിലേക്ക് നമുക്ക് ഓറിയൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കോമേഴ്സിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. സിറ്റീസിലൊക്കെ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുറച്ച് അപകർഷതാബോധത്തോടൊക്കെയാണ് പല കുട്ടികളും കോമേഴ്സാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയുന്നതിന്. അങ്ങനെയല്ല, കോമേഴ്സിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആ കോമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിലെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിച്ചു കൊടുത്ത് കുട്ടികളെ തുടക്കത്തിലേ ഒന്ന് ഒരുക്കുന്ന, അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കേണ്ട കുട്ടികൾ അവരെന്തിനാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത്, എങ്ങനെ പഠിക്കണം, അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി എന്തെല്ലാം നൈപുണ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കണം, ഇതൊക്കെ ഒരു +2 ലെവലിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഒരുപക്ഷെ അധ്യാപകർക്ക് അതിന് കഴിയാതെ വരുമ്പോൾ പിന്നെ അതിൻ്റെ കുറവ് കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാൻ പ്രൊഫഷണലായിട്ടുള്ള നല്ല ഗൈഡൻസ് എക്സ്പേർട്ടുകളൊക്കെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. കോളേജുകളിൽ ഒരു കാരണവശാലും നല്ലൊരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ കോഴ്സുകൾ തുടങ്ങരുത്. ഞാൻ പല കോളേജുകളിലും കാണുന്നത് കുട്ടികളെല്ലാം കൂടെ ഒരു ഹോളിലേക്ക് വിളിച്ചു വരുത്തി ഒരു ജനറൽ ഓറിയൻറ്റേഷൻ. തീർച്ചയായിട്ടും അത് നല്ലതാണ്. കോളേജിൻ്റെ ഒരു തുടക്കത്തിൽ അവരുടെ ഒരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ അവരെ ഒന്ന് ടോൺ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ചെല്ലുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിസിൽ ചെറിയ ഗ്രൂപ്പുകളാക്കി, കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചെല്ലുമ്പോൾ അതൊരു ചെറിയ ഗ്രൂപ്പായി, ഒരു 50 പേരുടെ ഗ്രൂപ്പായിരിക്കും മാക്സിമം. അപ്പോൾ ആ 50 പേരെ
ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെ ആ ഒരു വിഷയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും ആ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി മാനിഫെസ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്, എന്തെല്ലാം തൊഴിൽ സാധ്യതകൾ, എന്തെല്ലാം ഹയർ സ്റ്റഡി ഓപ്ഷൻസ്, എന്തെല്ലാം പരീക്ഷകൾക്ക് വേണ്ടി അവർക്ക് പ്രിപ്പയർ ചെയ്യാം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിലൊക്കെ പ്രധാനമായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ സ്കിൽസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസൻറ്റേഷൻ സ്കിൽ, എല്ലാ കാര്യത്തിലും ഉള്ള ഒരു റെഡിനെസ്, ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു ഗുഡ്നെസ്, ഇതൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആത്മവിശ്വാസവും ലീഡർഷിപ്പും ഒക്കെ അവരിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വീണ്ടും 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 തൊഴിലില്ലാതായിക്കൊണ്ടിരിക്കും, രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, സമൂഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമുക്കെങ്ങനെ അവരെ താങ്ക്ഫുള്ളായ ഒരു ലോട്ടാക്കി മാറ്റാം, അവരെ സാധ്യതയുള്ളൊരു ലോട്ടാക്കി മാറ്റാം, അവരെ കുറച്ചുകൂടെ ഈ രാജ്യത്തിന് ഗുണമുള്ളവരാക്കി മാറ്റാം. വിദേശത്തൊക്കെ പൊക്കോട്ടെ, ആവശ്യമുള്ളവർ പൊക്കോട്ടെ. പക്ഷേ മെജോറിറ്റിയും ഇവിടുന്ന് വിദേശത്തൊന്നും പോകാൻ കഴിവുള്ള കുട്ടികളൊന്നും അല്ല. പക്ഷേ ആ കുട്ടികൾക്ക് ഇവിടെ എന്തെല്ലാം സാധ്യതകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും, പ്രത്യേകിച്ച് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലിയിലേക്കൊക്കെ കയറണമെങ്കിൽ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ കയറാനായിട്ട് പറ്റുള്ളൂ. ബേസിക് ലെവലിലുള്ള ജോലിയിലേക്കൊക്കെ കയറുമ്പോൾ അവിടെ വേണ്ടത് ചില ബേസിക് ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസൊക്കെ കുട്ടികളിൽ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്? ഇവിടെയാണ് ഓറിയൻറ്റേഷൻ്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഒന്നും ഹയർ സ്റ്റഡീസിന് പോകേണ്ടവരൊന്നും അല്ല. പല കുട്ടികളും ഹയർ സ്റ്റഡീസിന് പോകുന്നത് തന്നെ ജോലി കിട്ടാത്തതുകൊണ്ടാണ്. ജോലി കിട്ടിയാൽ അവരെല്ലാം ഹയർ സ്റ്റഡീസിനൊക്കെ പോയി വെറുതെ വീണ്ടും 2-3 വർഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. ഹയർ സ്റ്റഡീസിന് പോകേണ്ട കുട്ടികൾ തീർച്ചയായിട്ടും അവരാരാണെന്ന് അവർ തിരിച്ചറിയണം. നല്ല ഓറിയൻറ്റേഷൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ അവരാരാണെന്ന് അവർക്ക് മനസ്സിലാവാനും അവരുടെ സാധ്യതകൾ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കാനും എങ്ങനെ അവരെ ഒരുക്കിയെടുക്കണമെന്ന് മനസ്സിലാക്കാനും കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകാനും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവാനും ഒക്കെയുള്ള സാധ്യതകളാണ്. മാത്രമാണോ തെറ്റിപ്പോകാതെ, വീണു പോകാതെ, കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതെ ഒക്കെ രക്ഷപ്പെടാൻ നല്ല ഓറിയൻറ്റേഷൻ സഹായിക്കണം. നല്ല ഗൈഡൻസ് എക്സ്പേർട്ടുകളാണ് അത്തരം ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ജീവിതത്തെ പറ്റിയുള്ള നല്ല കാഴ്ചപ്പാടും തെറ്റ് ശരിയുമൊക്കെ വേർതിരിച്ചറിയാനുള്ള കാഴ്ചപ്പാടും, അതുപോലെ തന്നെ ശരിയിൽ തന്നെ നിൽക്കാനും തെറ്റിനെ പ്രതിരോധിക്കാനുമുള്ള കരുത്തും ആത്മവിശ്വാസവും ഇതൊക്കെ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നല്ല ഗൈഡൻസ് എന്ന് പറയുന്നത് ഗോൾഡൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഒഴിവാക്കിക്കൊണ്ട് നേരെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങുകയൊന്നുമല്ല ചെയ്യേണ്ടത്. അതിന് ഫണ്ടില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടത്. പിന്നെ ഈ ഇത്തരം കാര്യങ്ങളൊന്നും നടത്തുന്നതിൽ ഒരു പക്ഷേ അധ്യാപകരുടെയും പ്രിൻസിപ്പലിനും ഒന്നും അവരുടെ കരിയറിലൊന്നും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. ചില സെമിനാറുകളൊക്കെ നടത്തിയാൽ അവരുടെ കരിയർ ഗ്രോത്തിനൊക്കെ അത് ഗുണമാണ്. പക്ഷേ ഇതൊക്കെ കുട്ടികളുടെ ഗ്രോത്തിന് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ അക്കാഡമിക് ഇയറിൻ്റെ ആദ്യം എല്ലാവരും ഒന്ന് ഓർക്കുമെന്ന് കരുതട്ടെ. മാതാപിതാക്കളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കുട്ടികളും അതിനുവേണ്ടി ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ കുറച്ചുകൂടി ഇൻഫോംഡായ, കുറേ കൂടെ ട്രെയിൻഡായ, കുറേ കൂടെ ഫോക്കസ്ഡായ ഒരു തലമുറ നമ്മുടെ രാജ്യത്തിന് വളരെ ആവശ്യമാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.